You are watching Jibi's Vlogs. അപ്പോൾ ഓണത്തിന് വരവേൽക്കുവാനായിട്ട് മൈലപ്ര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ടിരിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരു അടിപൊളി പൂന്തോട്ടമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൈലപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖ്യ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഈ ചെണ്ടുമല്ലിപ്പാടം ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജോസഫ് അവറുകൾ വിളവെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 11-ാം വാർഡ് മെമ്പറായ സുനിൽകുമാർ അദ്ദേഹവും അതുപോലെ തന്നെ ജനകമ്മ ശ്രീധരൻ, അനിത തോമസ്, ജെസി സാമുവേൽ, ജെസി വർഗീസ്, ശോശാമ്മ ജോൺസൺ, പ്രതാപൻ, റെജി എബ്രഹാം, അനിത മാത്യു എന്നീ മെമ്പർമാരും ഇവിടെ സന്നിഹിതരായിരുന്നു. കാലാവസ്ഥയൊക്കെ മോശമായിരുന്നിട്ട് പോലും ഇവരുടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രയത്നവും ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ആദ്യഘട്ട വിളവെടുപ്പ് നടത്താനായിട്ട് സാധിച്ചത്. ഇപ്പം എല്ലാവരും ഈ സമയം അഭിനന്ദിക്കുകയും ഞങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് ഈ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. മലപ്പുറ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലാണ് ഈ പൂക്കൃഷിയുള്ളത്. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് നമ്മുടെ കൃഷിഭവനും പഞ്ചായത്തും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പലരോട് സമീപിച്ചു. പെട്ടെന്ന് തന്നെ നമ്മൾ രജനിയോട് വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെ ആയിത്തീരും, വിജയിക്കുമോ ഇല്ലയോ എന്നൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ അത് അവർ സധൈര്യം, നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഈ സ്ഥലമെന്ന് പറയുന്നത് വലിയ കാട് പിടിച്ച് പന്നി കയറുന്ന രീതിയിൽ കിടന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്രയും മനോഹരമാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നമ്മുടെ സുന്ദരകാന്ത് പാണ്ഡ്യപുരത്തേക്ക് നമ്മൾ ഇവിടുന്ന് പോകുമായിരുന്നു വണ്ടി വിളിച്ചിട്ട് നമ്മൾ ഈ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി. പക്ഷെ അവിടുന്ന് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് സുന്ദരമായ ഒരു സ്ഥലം, കാരണം ഈ പൂ കാണുന്ന എല്ലാവർക്കും നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അപ്പോൾ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് നമുക്ക് കൃഷിയുമാകും, അതോടൊപ്പം തന്നെ വരുന്ന ആൾക്കാർക്ക് മനസ്സിന് സന്തോഷവുമാകും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ മേൽപ്പത്തൂര്, ശരിക്കും പറഞ്ഞാൽ മേൽപ്പത്തൂർ ബന്ദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് തന്നെ നമുക്കിതിനെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. പഞ്ചായത്തും കൃഷിഭവനും എല്ലാം സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ശരി, മലപ്പുറ ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ? അതെ, മലപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ പോയിട്ടാണ്, കൃഷിഭവനാണ് അത് നടത്തിപ്പിലേക്ക്. എല്ലാവരും വളരെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ഇതിൻ്റെ വിപണനമൊക്കെ എങ്ങനെയാണ്? എവിടെ കടകളിലാണോ അതോ? വിപണനം നമ്മൾ ഉദ്ദേശിക്കുന്ന പല കടകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓണമായിട്ട് ബന്ധപ്പെട്ട് പല കടകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ തന്നെ മറ്റ് ഏജൻസികളെ തന്നെ നമ്മൾ വെച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്, കാരണം നമ്മൾ പരീക്ഷണമാണ്, നമുക്കത് വിജയിക്കും എന്നുള്ളത് കൊണ്ടാണ് വിപണനം അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്. കടകളിലേക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഈ സ്ഥലമൊക്കെ ഒരുക്കി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ് ഇതിന് നടേണ്ട ഒരു സമയം നമുക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ വിളവ് നല്ലപോലെ വളർച്ച അങ്ങ് നിന്ന് പോയി. കാരണം നമുക്കിതിന് മരുന്ന്, ഇതിന് വളം കൊടുക്കാനോ, കണ്ടിന്യൂസ് മഴയാണ്, അപ്പം വളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി, വളം സ്പ്രേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മൊത്തം നല്ല രീതിയിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിനിടയ്ക്കൊന്നും അതുപോലെ ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയ്ക്കത്തെ കുറേ ഇത് അഴിയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരു പ്രശ്നമാണ് പറ്റിയിരിക്കുന്നത്. ആ കാലാവസ്ഥയിലുണ്ടായ ഒരു ഇതാണ് നമ്മുടെ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടിയത്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് ആയിക്കൊണ്ട് വളരുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ അത് പെട്ടെന്ന് ആക്കുമായിരുന്നു, കാരണം ഓണവിപണി ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഓണവിപണിക്ക് നമുക്ക് പൂ വേണം എന്നുള്ള രീതിയിൽ പിന്നെ പൂക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പം തന്നെ ഒരു പൂവ് പൂർണ്ണ തോതിലേക്ക് വളർന്നു വരണമെങ്കിൽ 15 ദിവസത്തേക്ക് നമ്മൾ എടുക്കും മൊട്ട് വന്നിട്ട്. പക്ഷെ ഇത് കണ്ടുപിടിച്ചത് ആദ്യത്തെ പൂ ഇങ്ങനെ 15 ദിവസം എടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. നമുക്ക് നടാം. ഓരോ ഇതിന് എത്ത് പൊട്ടുന്നിടത്ത് വേരായിട്ട് വരും. ആ വേര് കൂട്ടിയുള്ള തണ്ട് നമ്മൾ മുറിച്ച് വേറെ നട്ടാൽ അത് കിളുത്ത് വരും. നുള്ളി കൊടുത്ത് ഇതിൻ്റെയൊക്കെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വന്ന മുട്ടുകളൊക്കെ ഞങ്ങൾ കളഞ്ഞായിരുന്നു. കളഞ്ഞു കഴിഞ്ഞപ്പം നല്ലപോലെ ശാഖകൾ ഉണ്ടാകാൻ. എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിന്നുകൊണ്ട് ഈ പൂക്കള് ഒടിഞ്ഞു വീഴുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുറേ ദിവസം കൂടെ ഈ പൂക്കൾ നിന്നു. വെയില് മെയിനായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഇത് കിട്ടിയത്. എന്തായാലും ഇതൊരു വലിയ എഫേർട്ട് തന്നെ ചേച്ചി എടുത്തേന്ന്. ചേച്ചി കുടുംബം, ചേച്ചിയുടെ തന്നെ പേര് പറയുന്നത് തെറ്റാ, ഫാമിലി ഫുള്ളാണ്. ഫാമിലി ഫുൾ, അതെല്ലാം പറഞ്ഞു. അച്ഛന്, അമ്മ, ഹസ്ബൻഡ്, 2 മക്കള്. സ്വന്തം സ്ഥലമാണോ അതോ? അല്ല, പാട്ടത്തിനടുത്ത്. അച്ഛനും അമ്മയും ഹസ്ബൻഡും അവരും കൂടി നമുക്ക് പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ. അതെ അതെ, അത് ശരിയാ. അതെ.
നമുക്ക് അവിടെ കപ്പയും ചേനയും ചേമ്പും എല്ലാം ഉണ്ട്, വേറെ ചെയ്യുന്നുണ്ട്. കൃഷിയുണ്ട്. ആ, ഓക്കെ. മികച്ച കർഷകർക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് ശരി. എങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ശരി. നല്ല കാര്യം, നല്ല കാര്യം. നല്ല കാര്യം. പഞ്ചായത്ത് ശരിക്കും പറഞ്ഞ പഞ്ചായത്തിലെ എല്ലാവരും വളരെ ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെന്ന് പറഞ്ഞാലും ഒക്കെ വളരെ ഇതായിട്ട് സപ്പോർട്ട് ചെയ്യും. കാരണം അതിനകത്ത് ഒരു ഇതുമില്ല, നമുക്ക് ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ്. കൃഷിഭവനിലാന്ന് പറഞ്ഞാലും അവരൊക്കെ എപ്പോഴും വിളിച്ചിങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതെന്ത് പറ്റി, അത് വളർച്ചയില്ലല്ലോ, പെട്ടെന്ന് അതിനെന്തൊരു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിലാന്ന് പറഞ്ഞാലും എല്ലാവരും ഇതൊരു നമ്മുടെ ആദ്യത്തെ സംരംഭമാണല്ലോ, അങ്ങനെയുള്ള രീതിയിൽ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഉത്രാടം ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഉത്രാടത്തിന്റെ ആ ഒരു ഉത്രാടത്തിന്റെ അന്ന് അന്നാണ് നല്ലപോലെ വിളവെടുക്കുന്നത്. അതുവരെയും നല്ലപോലെ വിളഞ്ഞത് മാത്രം വിളർന്നത് മാത്രം പറിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് സന്ദർശകരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇതൊരു പ്രചോദനമാകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പൂക്കളെ കാണുന്നത്, നേരത്തെ പറഞ്ഞ പൂക്കളെ കാണുന്ന എല്ലാവർക്കും വലിയ ഭംഗിയാണ്. അപ്പോൾ അവരെ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ വരികയും അവരൊക്കെ ദൂരെ പോയി ഫോട്ടോ എടുക്കുകയൊന്നും വേണ്ട, ഇവിടെ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീൽസിന്റെ കാലമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആൾക്കാരൊക്കെ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്നുള്ളതാണ്. അത് തന്നെ ആയിക്കോളും. ഇപ്പം ഒന്നാമത്തെ ഇതല്ലായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു മടുപ്പാണ് നമുക്ക് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, അധികം അതങ്ങ് ശരിയാക്കണം. മൈലപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണ സഹകരണവും പിന്തുണയും ഈ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും നാട്ടുകാരായ നമ്മളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും സഹായവും ഈ കർഷകർക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ നാട്ടുകാർ അതിന് ഒരു പിന്തുണ അറിയിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നും പുതിയ പുതിയ കർഷകർക്ക് ഈ മേഖലയിൽ തിളങ്ങാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. മൈലപ്ര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലാണ്. അവിടെയുള്ള ഒരു ബന്ദിപ്പാടമാണ് എൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇത് വളരെ ഭംഗിയോടുകൂടി ചെയ്തതാണ്. ഈ ഒരു കർഷകർ ആദ്യമായിട്ട് ചെയ്ത ഒരു കൃഷിയാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് 1.5 ഏക്കറോളം സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. താഴേക്കുണ്ട്. ഇതെല്ലാം കൃഷിത്തോട്ടങ്ങളാണ്. അതിനപ്പുറം വാഴ, അങ്ങനെ പലവിധ കൃഷികൾ നടക്കുന്ന ഏരിയയാണ്. അപ്പം ഇവിടെ സന്ദർശകരെയൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്പർ ഞാൻ ചൂടെ ചേർത്തോളാം. മൈലപ്ര ഗ്രാമപഞ്ചായത്തും 11-ാം വാർഡ് മെമ്പറും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ചെറിയ കൃഷിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പം ഇപ്പോൾ റീൽസിൻ്റെയൊക്കെ കാലമാണല്ലോ, പൂക്കളുടെ ഒക്കെ ഒരു മനോഹാരിത എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ മറ്റെങ്ങും പോകേണ്ട കർഷകർക്കുള്ള അവാർഡ് കിട്ടിയതാണ് നമ്മുടെ ചേച്ചിക്ക്. സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സംരംഭം നമ്മുടെ ചാനലിൽ കൂടെ പുറത്ത് അറിയിക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.